അപ്പോൾ ഈ പാടത്തിൻ്റെ അടിത്തട്ടിൽ നിന്നാണ് തോട്ടിലേക്ക് കുഴൽ വെച്ചിരിക്കുന്നത്. ഈ കുഴൽ തുറക്കുന്ന വേണ്ടിയിട്ട് കർഷകർ കഴുത്തോളം വെള്ളത്തിലിറങ്ങി അല്ലെങ്കിൽ മുങ്ങി വേണം ഈ കുഴൽ തുറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തെ അവരുടെ ശരീരത്തിൽ സ്കിൻ അലർജി ആയിട്ട് പാണ്ട് പോലുള്ള രോഗം, തൊലി പൊളിയുന്നു, പൊള്ളൽ പോലെ വരുന്നു, ഇങ്ങനെയുള്ള പല അനുഭവങ്ങളുണ്ട്. അത് കർഷകർ തന്നെ നേരിട്ട് പിന്നെ ആശുപത്രിയെ സമീപിക്കുന്നു. അങ്ങനെയുള്ള ഒത്തിരി വിഷമങ്ങളുണ്ട്. ഇത് ഞങ്ങളെപ്പോലുള്ള കർഷകർ ഈ നെല്ല് ഉൽപ്പാദിപ്പിച്ച് കൊടുത്തു കഴിയുമ്പോഴാണ് ഈ AC റൂമുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ ചോറിൽ കൈപിടിക്കുന്നത്. അത് അവർ മനസ്സിലാക്കി കർഷകരെ ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ളൊരു ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കർഷകർക്ക് ആശ്വാസമാണ്. വളരെ സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയും വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് ഞങ്ങൾ നെൽകർഷകർ നേരിടുന്നത്. ബെച്ചൂർ പഞ്ചായത്തിലെ ഞാണൂപ്പറമ്പ് കൊടുതുരുത്ത് റോഡ് KV കനാലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ തോടാണ്. ഈ തോട്ടിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് 2000 ഏക്കറോളം വരുന്ന പൂവത്തിക്കരി, അയ്യനടമ്പുത്തങ്കരി, പട്ടടക്കരി, കോലാമ്പ്രത്തുകരി, കാട്ടുകരി, ഞാറയ്ക്കാത്തടം തുടങ്ങിയ പാടശേഖരങ്ങളിലെ നെൽകർഷകർ ജലം എടുക്കുന്നത്. വിതച്ചിട്ട് 20 ദിവസം കഴിഞ്ഞ് 1 ഏക്കർ 20,000 രൂപ അടുത്ത് ചിലവ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കൃഷിക്കാർക്ക് തോട്ടിലിറങ്ങി തൂമ്പ് തുറന്ന് വെള്ളം കയറ്റാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. കാര്യം തോട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ കക്കൂസ് മാലിന്യങ്ങളും രാസമാലിന്യങ്ങളും നിറച്ച് കരിയോയിൽ പോലെയാണ് കിടക്കുന്നത്. ഇത് കുറേ ദിവസങ്ങളായിട്ട് രാത്രിയിൽ നിരന്തരം വന്ന് ഡംപ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അടിയന്തരമായിട്ട് ഞങ്ങൾക്കാരോടും സങ്കടമില്ല, ഞങ്ങൾക്കാരോടും പരാതിയില്ല. കാരണം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണം. ഇവിടെ മലിനീകരണ നിയന്ത്രണ ബോർഡുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്, ഗ്രാമപഞ്ചായത്തുണ്ട്, പോലീസ് സംവിധാനങ്ങളുണ്ട്. പക്ഷേ എന്നിട്ടും ഈ കർഷകരെ രക്ഷിക്കാനായിട്ട് ഈ പ്രദേശത്തുള്ള ഈ പ്രദേശത്തുള്ള 10,000-ഓളം വരുന്ന കുടുംബങ്ങൾ ഇവർക്കെല്ലാം ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുമല്ല, ഈ വെള്ളത്തിലെങ്കിൽ മാരകമായ രോഗങ്ങൾ നമ്മളെ നേരിടും. സ്കിൻ അലർജി ഒന്ന്, രണ്ടാമത് ചിക്കൻ ഗുനിയ, കോളറ, മഞ്ഞപ്പിത്തം, അതുപോലുള്ള രോഗങ്ങൾ കൃഷിക്കാരെ പേടിച്ച് പാടത്ത് വരുന്നില്ല.